ഹായ് ഓൾ, വെൽക്കം ടു കോമേറ്റ് എഡ്യൂക്കേറ്റർ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ ബാക്കി പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇന്നലെ നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് എൻ്റയർ കൺസ്യൂമർ മാർക്കറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ സെഗ്മെൻ്റ് ആക്കുന്നതിനാണ്, ഗ്രൂപ്പ്സ് ആക്കുന്നതിനാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മാർക്കറ്റിംഗ് മിക്സൊക്കെ എഫക്റ്റീവായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ബേസിസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അതായത് ഏതൊക്കെ ബേസിലാണ് നമ്മൾ മാർക്കറ്റിനെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഫോർ ടൈപ്സ് ഓഫ് ബേസിസ് ആണുള്ളത്. ജിയോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ആൻഡ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ. അപ്പം എല്ലാത്തിൻ്റെ നെയിമിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ജിയോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സെഗ്മെൻറ്റേഷൻ ഡൺ ഓൺ ദി ബേസിസ് ഓഫ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് ദി കസ്റ്റമേഴ്സ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ബേസിൽ നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് ജിയോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ ലോക്കൽ, റീജിയണൽ, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽ എന്നൊക്കെ നമുക്ക് ജിയോഗ്രഫിക്കിൻ്റെ ബേസിൽ സെഗ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് ലോക്കലി ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ട ആവശ്യമായിരിക്കില്ല റീജിയണൽ ലെവൽ ഉണ്ടാവുക, നാഷണൽ ലെവൽ ഉണ്ടാവുക. ഓക്കെ, അപ്പം അങ്ങനത്തെ രീതിയിൽ നമ്മൾ മാർക്കറ്റിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് ജിയോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നതാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെവറൽ വേരിയബിൾസ് സച്ച് എസ് ഏജ്, സെക്സ്, ജെൻഡർ, ഒക്യുപ്പേഷൻ, ഇൻകം, എഡ്യൂക്കേഷൻ, മാരിറ്റൽ സ്റ്റാറ്റസ്, ഫാമിലി സൈസ്, കമ്മ്യൂണിറ്റി, സോഷ്യൽ സ്റ്റാറ്റസ് എന്നീ വരുന്ന ഡെമോഗ്രാഫിക് വേരിയബിൾസിൻ്റെ ബേസിലാണ് നമ്മൾ കൺസ്യൂമർ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്മോൾ കുട്ടികൾ, അതായത് ഇൻഫൻസിനുള്ള പോലെയുള്ള പ്രൊഡക്ട്സ് ആയിരിക്കില്ല കുറച്ചും കൂടി ലാർജ് കുട്ടികൾക്ക് വേണ്ടി വരിക അല്ലേ, കുറച്ചുകൂടി അഡൾട്ട്സ് ആയി കുട്ടികൾക്ക് വേണ്ടി വരിക. അവർക്ക് വേണ്ടിയ പോലെ അല്ല കുറച്ച് യങ്ങർ ജനറേഷൻ, അതുപോലെ ഓൾഡർ ജനറേഷന് വേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഏജിൻ്റെ ബേസിൽ, സെക്സിൻ്റെ ബേസിൽ ഒക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ്റെ ആ ഒരു അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. അപ്പോൾ ആ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ആ നെയിമിൽ തന്നെ ഉണ്ട്. ഇറ്റ് റിലേറ്റ്സ് ടു പേഴ്സണാലിറ്റി, ലൈഫ് സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡിവിജ്വൽ. അപ്പോൾ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി, ലൈഫ് സ്റ്റൈൽ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നതാണ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ. സോ ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്താണ് ചെയ്യുന്നത്? Here marketer segments the market on the basis of individual's knowledge about a product and his attitude towards the usage of product. അതായത് ഇൻഡിവിജ്വൽസിന് ആ പ്രോഡക്റ്റിന് എത്രത്തോളം നോളജ് ഉണ്ട്, ആ പ്രോഡക്റ്റിനെ കുറിച്ച് എത്രത്തോളം അറിയാം, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നത്, സെഗ്മെൻറ്റ് ചെയ്യുന്നതിനാണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് വേരിയബിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒക്കേഷൻസ്, ബെനഫിറ്റ്സ്, യൂസർ സ്റ്റാറ്റസ്, യൂസേജ് റേറ്റ്, ബയ്യർ റെഡിനെസ് സ്റ്റേജ്, ലോയൽറ്റി, സ്റ്റാറ്റസ്, ആറ്റിറ്റ്യൂഡ്. ഇതിൻ്റെ അതായത് ഒരു ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിൽ, കൺസ്യൂമറിൻ്റെ ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ് നമ്മൾ ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സെഗ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഏതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവിടെ യൂസ് ചെയ്യാം, എത്രത്തോളം ആ ഒരു പ്രോഡക്റ്റ് നമ്മൾക്ക് വിൽക്കാൻ പറ്റും എന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ബേസിസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിൽ വരുന്നത്. 4 ടൈപ്സ് ആണ്: ജിയോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ, ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ആൻഡ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് അതാണ് ബേസിസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ലെവൽസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, ലെവൽസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അതായത് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, മുൻപൊക്കെ മാസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആയിരുന്നു കമ്പനീസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ്, ഇപ്പം നമ്മൾ മൈക്രോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, അതായത് മൈക്രോ മാർക്കറ്റിംഗ് കുറച്ചും കൂടി ഉള്ളോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നു. അതായത് കുറച്ചും കൂടി സ്പെസിഫിക് കസ്റ്റമേഴ്സിനെ എല്ലാം സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം മൈക്രോ മാർക്കറ്റിങ്ങിൽ വരുന്ന 4 ലെവൽസ് ആണ് ഇവിടെ പറയുന്നത്. ചില ബുക്കിൽ വേറെ രീതിയിലും കാണാറുണ്ട്, ജസ്റ്റ് ഈ ഒരു രീതിയാണ്. അതായത് മൈക്രോ മാർക്കറ്റിനെയാണ് നമ്മൾ 4 ലെവൽസിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ്, നീഷ്യ മാർക്കറ്റിംഗ്, ലോക്കൽ മാർക്കറ്റിംഗ് ആൻഡ് ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് ആണ്. അതായത് ആ നെയിമിൽ തന്നെ സെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ആക്കുക എന്നുള്ളത്.
Okay, so in this, the marketer divides the market into different segments depending on the consumer buying behavior, requirements, purchasing power, etc. അപ്പോൾ കൺസ്യൂമറിൻ്റെ ബൈയിങ് ബിഹേവിയർ, അവരുടെ റിക്വയർമെൻറ്റ്സ്, പർച്ചേസിങ് പവർ എന്നിവരെയൊക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സെഗ്മെൻ്റ് ആക്കിയിട്ട് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ പാസഞ്ചർ കാർ മേക്സ് വിച്ച് ഹാസ് ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് പാസഞ്ചർ കാർസ് കാറ്ററിങ് ടു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആൻഡ് മാർക്കറ്റ്. ഒരു പാസഞ്ചർ കാർ മേക്കർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പാസഞ്ചേഴ്സ്, ഡിഫറെൻറ്റ് റേഞ്ച്. ചിലർക്ക് കുറഞ്ഞ പൈസയ്ക്ക് വേണ്ട പാസഞ്ചർ കാർ ആയിരിക്കും വേണ്ടത്, ചിലർക്ക് സ്റ്റാറ്റസ് കുറച്ചും കൂടി ഹൈ ക്വാളിറ്റി നല്ല പ്രീമിയം പാസഞ്ചർ കാർ ആയിരിക്കും വേണ്ടി വരിക. ഓക്കെ, അപ്പം ഓരോ സെഗ്മെൻറ്റിലുള്ള ആൾക്കാർക്കും വേണ്ടി എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, മാനുഫാക്ചർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സെഗ്മെൻ്റ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുക. നെക്സ്റ്റ് ലെവലാണ് നീഷ മാർക്കറ്റിംഗ്. ഓക്കെ, നീഷ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അതായത് ദ സെല്ലർ കാറ്റർ ടു എ വെരി സ്പെസിഫിക് മാർക്കറ്റ് സെഗ്മെൻറ്റ് വിച്ച് റിക്വയർസ് ഫോർ അറ്റൻഷൻ ആൻഡ് വെരി ഹൈ ക്വാളിറ്റി സർവീസ്. അതായത് ഇതിനെ നമ്മൾ സബ് സെഗ്മെൻറ്റ്, ദാറ്റ് മീൻസ് സെഗ്മെൻറ്റ് വിത്തിൻ ദ സെഗ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നീഷ എന്ന് പറയുമ്പോൾ സെഗ്മെൻറ്റ് വിത്തിൻ ദ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ സബ് സെഗ്മെൻറ്റ് എന്ന് നമ്മൾ നീഷ മാർക്കറ്റിനെ പറയാറുണ്ട്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ വെരി സ്പെസിഫിക് മാർക്കറ്റ് തന്നെയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി സർവീസ് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാകുമ്പം അവർക്ക് കൂടുതൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ മാർക്കറ്റ് സൈസ് ഇസ് സ്മോൾ. മാർക്കറ്റ് സൈസ് ഒന്ന് സ്മോൾ ആയിരിക്കും, വിച്ച് എനേബിൾ ദ സെല്ലർ ടു പ്രൊവൈഡ് നീഷ ഏരിയാസ് ഓഫ് സർവീസ്. It's not likely to attract competition. For example, Harley Davidson offer high-end bikes. അതൊരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് ലെവലാണ് ലോക്കൽ മാർക്കറ്റിംഗ്. ഓക്കെ, അതായത് ലോക്കലി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്, അതായത് ടാർഗറ്റ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ, കസ്റ്റമേഴ്സ് വിത്തിൻ ദ റേഡിയസ് അറൗണ്ട് എ ഫിസിക്കൽ ലൊക്കേഷൻ വിത്ത് മാർക്കറ്റിംഗ് മെസ്സേജസ് ടൈലേർഡ് ടു ദി ലോക്കൽ പോപ്പുലസ്. ഓക്കെ, ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക്, ലോക്കൽ പോപ്പുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ലോക്കൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെവലാണ്, അപ്പോൾ സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് ഓരോരുത്തർക്കും വേണ്ടത് കൊടുക്കുക. ഇനി നീഷ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെഗ്മെൻറ്റ് വിത്തിൻ ദ സെഗ്മെൻറ്റ്, സബ് സെഗ്മെൻറ്റ്, അതിൽ ഒരു സെഗ്മെൻറ്റിന് മാത്രം ഫോക്കസ് ചെയ്യുക. ലോക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ ലോക്കൽ, ഒരു സ്പെസിഫിക് ലൊക്കേഷൻ, അതിൻ്റെ ചുറ്റിലുള്ള ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്യുക. പിന്നെ വരുന്ന ലെവലാണ് ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ 1-to-1 ആണ്. അതായത് ഓരോ കസ്റ്റമർക്കും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നു. അതായത് കസ്റ്റമൈസ്ഡ് മാർക്കറ്റിംഗ്, 1-to-1 മാർക്കറ്റിംഗ്, മാർക്കറ്റ് ഓഫ് 1-to-1 മാർക്കറ്റിംഗ് എന്നൊക്കെ പറയാറുണ്ട്. സോ ഇറ്റ് റെഫേഴ്സ് ടു ടൈലറിംഗ് പ്രോഡക്ട്സ് ആൻഡ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ടു ദ നീഡ്സ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒരു ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് ആണ്. അതുപോലെ ഈ ബൊട്ടിക്സ് ഒക്കെ ഉണ്ടല്ലോ, സ്പെഷ്യലായിട്ട് ഒരു കസ്റ്റമറിന് മാത്രം സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു സർവീസ് കൊടുക്കുന്നു, അതൊക്കെ ഇൻഡിവിജ്വൽ മാർക്കറ്റിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലെവൽസ് ഓഫ് മാർക്കറ്റിങ്ങിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ബേസസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആണ്, അതുപോലെ തന്നെ ലെവൽസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ടാർഗറ്റ് മാർക്കറ്റാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.